അധ്യായം 2 പേര് വെക്കുന്നു മുഹമ്മദ്. പ്രസവിക്കപ്പെട്ട കുഞ്ഞിളം പൈതലിനെ ആമിനയും നേരെ ഭർത്തൃ പിതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹം സന്തോഷാതിരേകത്താൽ മറ്റുള്ളവരോടൊപ്പം ആനന്ദം പങ്കുവെക്കുകയും കഅബയിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്തു. തുടർന്ന് കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് തിരഞ്ഞെടുത്തു. പൊതുവെ അറബികൾക്ക് അത്തരമൊരു പേര് പരിചിതമല്ല. അതിനാൽ പരിചയക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് കുട്ടിക്ക് പിതാമഹന്മാരുടെ പേര് വെക്കാത്തത്? ആകാശലോകത്തുള്ളവരും ഭുവനലോകത്തുള്ള സൃഷ്ടിചരാചരങ്ങളും അവനെ സ്തുതിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. മുഹമ്മദ് എന്ന പേരിന് അത്യധികം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണല്ലോ അർത്ഥം. അബ്ദുൽ മുത്തലിബിനുണ്ടായ ഒരു സ്വപ്ന ദർശനമാണ് പേരിടലിന് നിദാനമായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതിപ്രകാരം രേഖപ്പെടുത്തിയത് കാണാം. ഒരു വെള്ളിമാല തൻ്റെ മുതുകിൽ നിന്ന് പുറപ്പെടുന്നു. അതിൻ്റെ അറ്റങ്ങൾ ഓരോന്നും ഭൂമിയിലും ആകാശത്തും പടിഞ്ഞാറും കിഴക്കുമായാണ് നിലകൊള്ളുന്നത്. പിന്നെ അതൊരു മരമായി മാറി അതിൻ്റെ എല്ലാ ശിഖരങ്ങളും പ്രകാശം പൊഴിക്കുന്നു. പാശ്ചാത്യരും പൗരസ്ത്യരും ആ മരത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇതാണ് സ്വപ്നം. അദ്ദേഹം അക്കാര്യം സ്വപ്ന വ്യാഖ്യാതാക്കൾക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ ഇപ്രകാരം അവർ മറുപടി നൽകി: നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും. പാശ്ചാത്യരും പൗരസ്ത്യരും ആ കുട്ടിയെ അനുഗമിക്കും. ആകാശഭുവനവാസികൾ ആ കുട്ടിയെ പ്രകീർത്തിക്കും. സ്വപ്നത്തിലെ ഈ അവസാന പരാമർശമാണ് അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് നൽകാൻ നിദാനമായത്. മാത്രമല്ല, ആമിന ബീവിക്കുണ്ടായ സ്വപ്ന ദർശനവും മഹദി അദ്ദേഹത്തോട് വിശദീകരിച്ചിരുന്നു. അതിപ്രകാരമാണ്: മഹദിയോട് സ്വപ്നത്തിൽ പറയപ്പെട്ടു, നിങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ നേതാവിനെയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുക.